മഹാഭാരത യുദ്ധം കഴിഞ്ഞു. തങ്ങളുടെ ദുര്യോധനനെ അവസാനമായി ദർശിക്കുവാൻ ആ വൃദ്ധ ദമ്പതികളാകുന്ന ധൃതരാഷ്ട്ര ഗാന്ധാരിമാർ കുന്തി മാതാവിനോടും മറ്റ് വിധവകളോടും കൂടി ഹസ്തിനാപുരം വിട്ട് വരുന്നുവെന്ന് അറിഞ്ഞു. പുത്രശോകാർത്തനായ ധർമ്മപുത്രർ സോദരന്മാരോടുകൂടി അവരെ എതിരേറ്റു. കൂടാതെ ധർമ്മരാജാവിൻ്റെ പിന്തുണയ്ക്കായി മഹാത്മാവായ കേശവനും അപ്രകാരം യുയുധാനനും ധൃതരാഷ്ട്രയുടെ പുത്രനാകുന്ന യുയുത്സുവും ദുഃഖാർത്തരായി ശോകകർഷിതയായ പാർഷദിയും മറ്റ് വിധവകളാകുന്ന പാഞ്ചാല സ്ത്രീകളും കൂടി അണിനിരന്നു. ഗംഗാതീരത്തെത്തിയ ഹസ്തിനാപുര സംഘം ദുഃഖാർത്തരായി ഓരോ ഇഷ്ടാനിഷ്ടങ്ങളെ എണ്ണിപ്പെറുക്കി വിലപിക്കുന്നു. അങ്ങനെയുള്ള അസംഖ്യം സ്ത്രീകളുടെ മുൻപിൽ ധർമ്മപുത്രർ വന്നു നിന്നു. അങ്ങനെ വന്നു നിന്ന ധർമ്മപുത്രരോടായി രാജാവിന് ധർമ്മജ്ഞത്വം എവിടെയുണ്ട്? പിതാക്കന്മാരെയും ഭ്രാതാക്കളെയും ഗുരുക്കളെയും ജ്യേഷ്ഠന്മാരെയും ഭീഷ്മരെയും ദ്രോണരെയും ജയേന്ദ്രനെയും എല്ലാം തന്നെ കൊല ചെയ്തിട്ട് ഹേ വീര, നിന്റെ ഹൃദയം എങ്ങനെയായി? ഇവരൊക്കെ നശിച്ചിട്ട് നിനക്കെന്തിന് രാജ്യം? സൗഭദ്രനെയും ദ്രാപതയന്മാരെയും അവരെയൊക്കെ കാണാതെ നിനക്കെന്തിന് രാജ്യം? ഇങ്ങനെ കുരരികളെ പോലെ ആർത്ത് കരയുന്ന സ്ത്രീകളുടെ മധ്യത്തിലൂടെ നടന്ന് യുധിഷ്ഠിരൻ ജ്യേഷ്ഠപിതാവാകുന്ന ധൃതരാഷ്ട്രരുടെ അരികിൽ ചെന്ന് വന്ദിച്ചു. ഒപ്പം സഹോദരന്മാരാകുന്ന പാണ്ഡവരും. തൻ്റെ മക്കളെയൊക്കെ മുടിച്ച ധർമ്മജനെ പുത്രശോകാർത്തനായ ആ പിതാവ് അപ്രീതനായി പുൽകിത്തഴുകി ധർമ്മപുത്രനെ സമാശ്വസിപ്പിച്ചു. ശേഷം ആ പിതാവ് ഇപ്രകാരം ആരാഞ്ഞു: എരിയുന്ന അഗ്നിസദൃശ്യമായ ദുഷ്ടഹൃദയമുള്ള അവൻ ഭീമൻ തൻ്റെ സന്താനങ്ങളെ വധിച്ച് ഇല്ലാതാക്കിയ ഭീമനെ ഇല്ലാതാക്കുക എന്നത് മാത്രമാകുന്നു ആ പിതാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഭീമനെ തപ്പിത്തടഞ്ഞ് കണ്ടെത്തുവാൻ ആ അന്ധനായ പിതാവ് ആ നിമിഷം പരിശ്രമിച്ചതും അവനെ തൻ്റെ കരവലയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 10,000 ഗജങ്ങളുടെ ശക്തിയുള്ള തൻ്റെ ബാഹുബലത്താൽ കുരുകുമാരന്മാരുടെ ധ്വംസകനാകുന്ന ഭീമനെ ഇല്ലാതാക്കുക, അവനെ തൻ്റെ ബലമുള്ള കരങ്ങളാൽ ആശ്ലേഷിച്ചുകൊണ്ട് അവനെ വധിക്കുക എന്നതായിരുന്നു ധൃതരാഷ്ട്ര മഹാരാജന്റെ ചിത്തം നിറയെ. എന്നാൽ ഇവയെല്ലാം കണ്ടുനിന്ന സാക്ഷാൽ കേശവന് അദ്ദേഹത്തിന് ഭീമനിലുള്ള അശുഭസങ്കല്പം മനസ്സിലാക്കി ഭീമനെ കണ്ടെത്താൻ പരതുന്ന ധൃതരാഷ്ട്ര മഹാരാജന്റെ ബാഹുക്കൾ ഭീമനിൽ എത്തും ക്ഷണമായപ്പോൾ ഭീമനെ കൈകൊണ്ട് തട്ടിമാറ്റി പകരം ഭീമന്റെ അതേ ഉയരത്തിലും വണ്ണത്തിലുമുള്ള ആയസ ഭീമനെ, അതായത് ഒരു ഇരുമ്പ് പ്രതിമ, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കൈക്ക് പാങ്ങായി മുന്നോട്ട് നീക്കി. നയഭാവം നടിച്ച ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ആ കാരിരുമ്പ് ഭീമനെ കഠിനമായി അമർത്തി പുൽകി. 10,000 ആനയുടെ ശക്തിയുള്ളവനായ ആ മഹാശക്തൻ ഭീമനാണെന്ന് വിചാരിച്ച് ആ കാരിരുമ്പ് പ്രതിമയെ ബലമായി അമർത്തി. അങ്ങനെ ആ പ്രതിമ ഉടഞ്ഞു. അപ്പോഴേക്കും തന്റെ മാറുപൊട്ടി രാജാവ് രക്തത്താൽ മേയണിഞ്ഞ ധൃതരാഷ്ട്ര മഹാരാജൻ മേൽക്കൊമ്പുകൾ പൂത്ത പാരിജാത വൃക്ഷം പോലെ നിലത്ത് വീണു. ഉടനെ വിദ്വാനായ സഞ്ജയൻ അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ശേഷം ആ മഹാരാജാവിനോടായി സഞ്ജയൻ സാന്ത്വനം ചെയ്തു. കോപം വെടിഞ്ഞതിന് ശേഷം ആ മഹാശയൻ ശോകത്തോടെ അയ്യോ ഭീമ, നമ്മുടെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഉള്ളിലുള്ള കോപം മൊത്തം ഭീമനെ ഹിംസിച്ചതോടെ തീർന്നുവെന്നും അതേ കാരണത്താൽ തന്നെ ദുഃഖിക്കുകയാണ് അദ്ദേഹമെന്നും കണ്ട പുരുഷോത്തമനായ കേശവൻ ഇങ്ങനെ പറഞ്ഞു: ദുഃഖിക്കേണ്ടതില്ല മഹാരാജൻ, അവിടുന്ന് ഭീമനെ വധിച്ചിട്ടില്ല. ഇരുമ്പ് വിഗ്രഹമാണ് അങ്ങ് വീഴ്ത്തിയത്. കോപാവിഷ്ടനായ അങ്ങയുടെ കരവലയത്താൽ മൃത്യുദ്രംഷ്ടിയിൽ അകപ്പെട്ട ഭീമനെ നാം മാറ്റി പകരമായി തത്തുല്യമാകുന്ന ഇരുമ്പ് പ്രതിമയെ സ്ഥാപിച്ചു. അതിനാൽ തന്നെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് മാധവൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയാകുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കോപം ശമിക്കുന്നതിനായി ശ്രീകൃഷ്ണൻ സമയോചിതമായി ഇടപെട്ടതും അതേ കാരണത്താൽ തന്നെ പ്രശസ്തമായ ധൃതരാഷ്ട്ര ആലിംഗനം നടന്ന സന്ദർഭവും ഇതാകുന്നു.